Hi friends, welcome to Tasty Bowl. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് രുചികരമായിട്ടുള്ള ഒരു തീയലാണ്. So ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ do subscribe to my channel. Let's check out today's recipe. ഉപ്പിലിട്ട നെല്ലിക്കയിൽ നിന്ന് 12 എണ്ണമാണ് നമ്മൾ തീയലിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്തതായി നെല്ലിക്കയുടെ സീഡ് മാറ്റി ഓരോ നെല്ലിക്കയും അടർത്തിയെടുത്ത് വയ്ക്കുക. ഒരു ചൂടായ പാനിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 3 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഡാർക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആകാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതായി നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അതിനു മുന്നേയായി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചൂടായതിനു ശേഷം മിക്സർ ഗ്രൈൻഡറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു മൺകലത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 2 അരിഞ്ഞ 10 ചുവന്നുള്ളിയും 2 പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി ഒരു പകുതി കുക്കായതിനു ശേഷം നേരത്തെ നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർക്കുക. ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയുടെ അതേ വെള്ളം തന്നെയാണ് ഞാനിവിടെ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കുക. ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീയലിൽ പ്രത്യേകം ഉപ്പ് ചേർക്കുന്നില്ല. തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ താളിക്കാൻ പോകുകയാണ്. അല്പം വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ച് ചേർക്കുക. സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക തീയൽ തയ്യാറായിരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in the next video.